ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പൂജപ്പര നവരാത്രി ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ കാണാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ നോക്കിക്കണ്ട ഫുള്ള്, അതായത് ഒരു ചേട്ടൻ ചോളം വിൽക്കുന്നു. ചോളം, സ്വീറ്റ് കോൺ, പോപ്പ് കോൺ, കണ്ടില്ലേ? ഇതെന്തോ ഒരു സാധനം. ഇത് ചുമ്മാ ഇങ്ങനെ ക്യാബേജൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് എന്തോ ഒരു സംഭവം എന്താണെന്നറിയില്ല. നമ്മളിത് മേടിച്ചില്ല. നമ്മളിവിടെ ഫുൾ ഇങ്ങനെ കറങ്ങലാട്ടോ. പക്ഷെ ഭയങ്കര അടിപൊളിയാട്ടോ. ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പാസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ടിക്കറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഫ്രീ എൻട്രിയാണ്. ഈ ചേട്ടൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ ഈ ചേട്ടൻ പറയുന്ന ആ സാധനം അടിച്ചു കഴിഞ്ഞാൽ നിൽക്കൂല എന്ന്. അത് നമ്മൾ കയ്യിലടിച്ചാൽ നിൽക്കൂല എന്ന് പറഞ്ഞ് അത് 2 ദിവസം കഴിഞ്ഞാൽ മാഞ്ഞു പോകും അത്രേ. അതുകൊണ്ട് ഞാനത് ചെയ്തില്ല. ഞാനിവിടെ വന്നൊരു ഐസ്ക്രീമൊക്കെ മേടിച്ചു. അതിനുശേഷം ഇവിടെ കണ്ടില്ലേ, ബാഗ്, ചെരുപ്പ് ഭയങ്കര വിലക്കുറവ്. 200 രൂപയുള്ളൂ ബാഗൊക്കെ. 200 രൂപ. ഭയങ്കര നല്ല കച്ചവടം ഉണ്ട് കേട്ടോ. നല്ല കച്ചവടം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരിങ്ങനെ മേടിക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്തൊരു കരിമ്പിൻ ജ്യൂസ്. ആ കരിമ്പ് ഇങ്ങനെ കണ്ടിട്ടത് വലിയ സുഖം തോന്നിയില്ല, അതുകൊണ്ട് നമ്മൾ മേടിച്ചില്ല. പിന്നെ ഇവിടെ നമ്മളെ മരണക്കിണറുണ്ട്. കുറേ നാളിന് ശേഷമാണ് നമ്മൾ ഈ മരണക്കിണർ, അതും വെറൈറ്റി ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേനും മരണക്കിണറിൽ ബുള്ളറ്റ് മരണക്കിണറിനകത്തൂടി ഓടിക്കുന്നത്, അത് ഒരു വെറൈറ്റിയാണ്. കാരണം നമ്മൾ അങ്ങനെ ഞാനൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇതൊരു ഗെയിമാണ് കേട്ടോ. ഏതൊരു ചേച്ചി കുറേ എറിയുന്നുണ്ട്, ഒരു രക്ഷയില്ല. ഇപ്പം കിട്ടും എന്ന് അറിഞ്ഞതാ. ഇതിലൊക്കെ ഇരുന്ന ആൾക്കാർ മണ്ടയിലിരുന്ന് ഇങ്ങനെ വിളിച്ച് കൂവുന്നുണ്ട്. എന്തിനു വിളിക്കുന്നതെന്ന് ഒരു പിടിയില്ല. പേടിച്ചിട്ടാണോ ഇനി ചുമ്മാ താഴെ നിൽക്കുന്നവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. കണ്ടോ, ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാർ. നമ്മൾ ഈ എന്താ പറയുക, അടുത്ത കാലത്തൊന്നും ഇത്രയും ആൾ കൂടിയൊരു പരിപാടി. പിന്നെ അതുപോലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, അത് അടിപൊളിയാണ് കേട്ടോ. ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതാണ്ടോ. ഇത് അടുത്തൊരു ഗെയിമാണ്. ഇതിങ്ങനെ നമുക്കൊരു 6 ബോൾ തരും. അത് നമ്മളിടുന്ന അവിടെ 1 മുതൽ 6 വരെ എഴുതിയിരിക്കും. അതിൽ എത്ര നമ്പർ വരെ വരണോ ആ നമ്പറിൽ ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് കിട്ടും. അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ അകത്ത് കുറേ ഉണ്ട്. ഇതിൻ്റെ അകത്ത് കുറേ മറ്റേ നമ്മുടെ ഹൽവ സെക്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ കണ്ടോ, ഇതിനകത്താണ്. പക്ഷെ ഭയങ്കര ചൂടാണ് അതിനകത്ത്. അതാണ്ട പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇതിനകത്ത് ഞാൻ കയറി, ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ കയറിയത് പെട്ടുപോയല്ലോ എന്നാണ്. കണ്ടോ, ഇതൊരു ആടാണ്. കണ്ടോ, ഒരു പരസ്യം അവർ മെത്തേൻ്റെയാണ്. അടുത്തതാണ്ടോ, ഇത് കരിപ്പട്ടി അതുപോലുള്ള മറ്റേ മിഠായികൾ, അങ്ങനത്തെ ഒരു ഐറ്റമൊക്കെ എന്തൊക്കെയാണ്. ശർക്കര, കരിപ്പട്ടി, അങ്ങനത്തെ കുറേ ഐറ്റം ഉണ്ട്. അതിലെന്തൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഇതൊരു ബാഗിൻ്റെ കടയാണ്. ബാഗ് ഫുള്ള് വിലക്കുറവാട്ടോ. 200 രൂപയ്ക്കുള്ള ബാഗിന് വില. ഇത് പിന്നെ ഒരു പുസ്തകം, ഒത്തിരി പുസ്തകങ്ങളുണ്ട് ഇവിടെ. എല്ലാം ഇതിനകത്ത് ഫുള്ള് വിലക്കുറവെന്ന് നമ്മൾ ആൾക്കാരുടെ അടുത്ത് നമ്മൾ അഭിപ്രായം ചോദിച്ചപ്പോഴത്തേനും എല്ലാവരും പറയുന്നത് തന്നെ നല്ല വിലക്കുറവുണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മളിങ്ങനെ പുസ്തകമൊന്നും മേടിച്ചില്ല. ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് ചുറ്റിപ്പറ്റിയൊക്കെ ഒന്ന് നോക്കി എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്നൊരു വിലയിരുത്തണമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കുകയാണ്. കണ്ടോ, ഇത് മാല, മറ്റേ ഇത് നമ്മളെ എന്തോ അതിൻ്റെ നമ്മളിതുണ്ടല്ലോ, ഏതാ നമ്മുടെ കവറിങ് മാലകൾ, അതുപോലെ സിൽവർ മാല. ഇതുണ്ട്, ഇത് മിഠായി അച്ചാർ കട. നിറച്ച അച്ചാറുകളാണ്, പലതരം അച്ചാർ. ചിക്കൻ അച്ചാർ, ബീഫ് അച്ചാർ, മാങ്ങ, നാരങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി. നാരങ്ങയൊക്കെ പല രീതിയിലാണ്. നെല്ലിക്കയൊക്കെ എനിക്കറിയില്ല. നെല്ലിക്കയൊക്കെ പല രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അതിനകത്ത് വാരി നെല്ലിക്ക ഇടുന്നത് ഉണ്ട്, ഓരോ പേരിടുന്നു വെച്ചത്. ഇത് മൊബൈലിൻ്റെ ക്ലാസ്സൊക്കെയാണ് കേട്ടോ. ഞാൻ പോയി നോക്കിയപ്പോൾ എൻ്റെ മൊബൈലിന് പറ്റിയതൊന്നും ഞാൻ കണ്ടില്ല. ക്വാളിറ്റി തോന്നിയില്ല. വിലക്കുറവാണ്. 100 രൂപയൊക്കെ ഉള്ളൂ. സ്ക്രീൻ ഗാർഡ് ഏതെടുത്താലും 100 രൂപ. മറ്റേ ബാക്ക് കവർ 150. അങ്ങനെ. ഞാൻ പോയി എൻ്റെ മൊബൈലിനുള്ള ചോദിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഞാനതുകൊണ്ട് ആ ചേട്ടൻ്റെ അടുത്ത് ഹായ് പറഞ്ഞു. ചേട്ടനൊരു ഹായ് തന്നു. നമ്മളിതാ തിരിച്ച് നോക്കി, കുറേ തപ്പി, കിട്ടിയില്ല. പക്ഷേ ഇവിടെ നല്ല ലാഭമാണ് കേട്ടോ. സാധാരണക്കാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയതാണ്. ഇതടുത്ത് നമ്മുടെ തുണികളാണ് കേട്ടോ. സാരികളൊക്കെ നമ്മളൊക്കെ വലിയ കടകളിൽ പോയി മേടിക്കുന്ന കൈത്തറി സാരികളുണ്ടോ, നമ്മൾ വലിയ കടയിൽ പോയി വലിയ വില കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ഇവിടെ വെറും നിസ്സാരം. 250, 300 കണ്ട സെറ്റ് മുണ്ട് 3 എണ്ണം 999. നമുക്ക് എവിടെ കിട്ടും? നമ്മളായാലൊരു കടയിൽ പോയി കഴിഞ്ഞാൽ 500 രൂപ, കുറഞ്ഞ 500 രൂപയെങ്കിലും കൊടുക്കട്ടെ. അപ്പോൾ തന്നെ 3 എണ്ണം 1500 ഇത് കണ്ടില്ല. ഇതൊരു ചെരുപ്പ് കടയാണ്. പക്ഷെ ഇവിടെ വലിയ തിരക്ക് ഞാൻ കണ്ടില്ല കേട്ടോ. ആരും അങ്ങനെ ആ ചെരുപ്പടയിൽ കയറില്ല. ഇത് നമ്മളെ ചെടികളുടെ, അതുപോലെ പച്ചക്കറി ഐറ്റംസിൻ്റെ വിത്തുകളാണ് ഫുള്ള്. പിന്നെ അതാണ്ടോ, ഇത് ഒരു കുന്തിരിക്ക, എന്തിൻ്റെ ഒരു സാധനം, പുതിയ മോഡൽ കുന്തിരിക്ക, അതിൻ്റെ ഇതാണ്. പിന്നെ ഇത് തുണിക്കട. ഇത് നമ്മളെ മറ്റേ അതിനൊരു പേരുണ്ടല്ലോ, ബോംബെ പഞ്ഞിമിഠായി ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ഷോപ്പാണ്. ഇതിനകത്ത് പഞ്ചസാര വാരി ഇട്ടിട്ട് പഞ്ഞിമിഠായി ഉണ്ടാക്കുന്നത്. ഇത് സ്വീറ്റ് കോൺ,
പിന്നെ നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ എന്താ ഉള്ളതെന്നൊക്കെ നോക്കാം. കോണിങ്ങനെ വരി അടുക്കുന്നുണ്ട്. ആണ്ടെ പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങൾ. ഇത് എണ്ണയിൽ പൊരിക്കുന്ന സാധനം. ഏതെടുത്താലും 80 രൂപ. നല്ല ഇതായിരുന്നു കേട്ടോ. 25 രൂപയുടെ സാധനം വരെ 80 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു ടിസ്റ്റാണത് അവിടെ നടക്കുന്നത്. ഇതാണ്ടോ മാലകൾ. ഈ ചേട്ടനും ഇത് തന്നെ പറഞ്ഞു കേട്ടോ. പച്ചകുത്താന്ന് വിചാരിച്ച് എന്നിട്ട് ചോദിച്ചു ഇതെങ്ങനെ എത്ര ദിവസം നിൽക്കും. ഞാൻ ചേട്ടൻ പറഞ്ഞു 2 ദിവസം നിൽക്കുള്ളൂ, 100 രൂപ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട പറഞ്ഞു ഞാൻ മുന്നോട്ട് പോകുന്നു. ഇതാ കണ്ടോ നല്ല തിരക്കാട്ടോ. ഇതിൻ്റെ അത് ഭയങ്കര ചൂടാണ്. നമ്മൾ വേർത്ത് കുളിച്ച് എന്താ പറയുക ഇട്ടിരിക്കുന്ന ഷർട്ടൊക്കെ നനഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ തീരെ അങ്ങനത്തെ അവസ്ഥയാണ്. അത്രയ്ക്ക് തിരക്കാണ്. കണ്ടോ ഇത് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ എന്തൊക്കെ കുറേ സാധനങ്ങളുണ്ട്. മസാലക്കൂട്ട കണ്ടോ, ഗ്രാമ്പു, ഏലക്ക, കരിപ്പട്ടി, ഇഞ്ചി, ചുക്ക്, എല്ലാ ഐറ്റവും ഉണ്ട്. വിലയും കുറവാട്ടോ. അവിടെ നിന്ന് മേടിച്ചവരടുത്ത് ഞാൻ ചോദിച്ചു അഭിപ്രായം. അപ്പോൾ പറഞ്ഞാൽ കടയിൽ സാധാ കിട്ടുന്നതിനേക്കാളും ലാഭമാണെന്ന് അത്രേ. ഇത് നമ്മൾ അവലോസ് പൊടി എന്ന് പറയും. അവലോസ് പൊടിയാണ്. ഇതുവരെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ, പാക്കറ്റ് ചെയ്ത്. എന്നിട്ട് നമ്മളിങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുക. നിറച്ച് ഭയങ്കര ജനം കേട്ടോ, ഭയങ്കര ജനം. അതുപോലെ വേണ്ടോ ഇത് മിഠായി സെക്ഷനാണ്. മിഠായി അറിയാമല്ലോ നിങ്ങൾക്ക്, പഴയകാല മിഠായികൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള മിഠായികളാണ്. ഇപ്പോഴത്തെ കടകളിലൊന്നും ഇതൊന്നും കാണൽ പോലും ഇല്ല. അതായത് നമ്മളിനി പഠിക്കാൻ വീണ്ടും പോകാത്തതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ കാണലില്ല. കണ്ടോ പല രീതിയിലുള്ള മിഠായികൾ, പല മോഡൽ, പല ഐറ്റംസ് മിഠായികളാണ്. നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അലുവേൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, അലുവ സെക്ഷൻ. അതെവിടെയെന്നാണ് ഞാൻ നോക്കുന്നത്. കണ്ടോ മിഠായികൾ കിടക്കുന്നുണ്ടോ, എന്തെല്ലാം മോഡൽ മിഠായികളാണ്, പല മോഡൽ ഐറ്റം. മിച്ചർ മിഠായി, കുതിര മിഠായി, പിന്നെ എന്തുവാ ജോക്കർ മിഠായി, പുളിമിഠായി, പിന്നെ ഇത് പാൽപേട, മിൽക്ക് മെയ്ഡ്, എന്തൊക്കെ ഐറ്റംസ്. ഇതാണ്ടോ കടല ഐറ്റംസ് ഇതാ കൊടുക്കുന്നു. ഇതിന് വരെ ഉണ്ട്. ആ ചേട്ടൻ പറയുന്നത് നമ്മളിതിൻ്റെ തോട് ഇളക്കാതെ കഴിക്കണമെന്നാണ്. പക്ഷെ അത് ശരിക്കും ശരീരത്തിന് കേടില്ലേ നമ്മൾ തോട് ഇളക്കാണ്ട് കഴിച്ചാൽ. എനിക്കറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ കൊടുക്കുന്നുണ്ടോ. അലുവ സെഷൻ കണ്ടോ, അലുവരിപ്പുണ്ട്. ചേട്ടനിങ്ങനെ മീൻ വെട്ടണ മാതിരി വെട്ടിയിടുക അലുവ. കണ്ടില്ലേ എന്തൊക്കെ സാധനങ്ങളാണ് ഇത്. കവറിൽ വാരി കയറ്റി വെച്ചിരിക്കുക കേട്ടോ. മിച്ചറുകൾ, വെറൈറ്റി മിച്ചർ. ഒരു പാക്കറ്റ് 100 രൂപയാണ്. ഒരു പാക്കറ്റ് 100 രൂപയുള്ളൂ. ഉണ്ട്. അടുത്ത് ഗ്ലാസിൻ്റെ കട. ഗ്ലാസ് വാച്ച് കണ്ണടകൾ 50 രൂപ, 150 രൂപ. എന്താ ഭംഗിയല്ലേ കണ്ണടകൾ, വാച്ചുകൾ. കണ്ടോ അത്തർ ഇരിക്കുന്നുണ്ടോ മക്കളെ, അത്തർ. ഈ ചേട്ടനിതാ ഊതും അത്തറും. ഒരു രക്ഷയില്ല കേട്ടോ. ഞാനിതിലൊരു ചെറിയൊരു ബോട്ടിൽ മേടിച്ചായിരുന്നു. അതിൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷെ നല്ല വാസനയുണ്ട് കേട്ടോ, നല്ല വാസനയുള്ളത്. അതുകൊണ്ട് അടുത്ത് ഒരു ചേച്ചി. ഈ ചേച്ചി ഭയങ്കര ക്ലിക്കാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ചേച്ചി മറ്റേ സ്കെച്ച് പെൻ വെച്ചിട്ട് മറ്റേ പടം വരയ്ക്കുന്ന ഒരു ഐറ്റം ഇവരുടെ കയ്യിലുണ്ട്. മറ്റൊരു പേന പോലുള്ളൊരു സാധനം വിൽക്കുന്നതാണ് ഈ ചേച്ചി. ഇവർ ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ പോകുന്നവരെയൊക്കെ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവർ മേടിച്ചിട്ടേ പോകുള്ളൂ. അമ്മാതിരി മാർക്കറ്റിംഗ് കേട്ടോ. ചേച്ചി നല്ല മാർക്കറ്റിംഗാണ്. മാർക്കറ്റിംഗ് ഒരു രക്ഷയില്ല. കണ്ടോ അടുത്ത് കമ്മൽ. ഇവിടെയും വലിയ തിരക്കില്ല കേട്ടോ. ഇതൊക്കെ എന്തോ ഐറ്റം, എന്തുമാതിരി വളകളാണ് കേട്ടോ. എന്തെല്ലാം മോഡൽ വളകൾ കിടക്കുന്നത്. വേണ്ട പിള്ളേർക്കുള്ള ഹെയർ ക്ലിപ്പുകൾ, എന്തൊക്കെയാ കമ്മൽ ഐറ്റംസ് ഒരുപാടുണ്ട്. ഭയങ്കര തിരക്കാട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്ക്. ഒരു ജാതി ഇത് തന്നെ ഭയങ്കര തിരക്ക്. കേട്ടോ കത്തികൾ, പാത്രങ്ങൾ, എന്തൊക്കെയോ സാധനങ്ങൾ. ഇതായിരിക്കുന്ന ചീനിച്ചട്ടി. തുണിക്കട. തുണികൾ വാരി കൂട്ടിയിരിക്കുക. ഭയങ്കര വില കുറവ്. 200 രൂപ, 199 രൂപ, 200 രൂപ. ചവിട്ടിമെത്ത 4 എണ്ണം 100 രൂപ. ഇതാണ്ടോ ഇതെന്തോ സാരി മാത്രം ഉള്ളൊരു കട. ഇതാ വീണ്ടും ഒരു വിത്ത് കട. നമ്മൾ ചെടികൾ, പച്ചക്കറികൾ, വിത്തുകൾ. ലാഭം വാങ്ങിച്ചോളൂ, എല്ലാവരും വാങ്ങിച്ചോളൂ. ലാഭത്തിന്മേൽ ലാഭം. 20 രൂപ, 10 രൂപ. അതേണ്ട ഒരു ചെടി കിളിർപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരാ മേടിക്കാത്തല്ലേ? ഇതൊക്കെ കാണിച്ചാണ് ഇവർ കച്ചവടം ചെയ്യുന്നത്. പാവം കണ്ടോ. ഇതെന്താ പുളിച്ചെടി, എന്തൊക്കെയോ ഉണ്ട്. അടുത്തതാ വീണ്ടും കയറി. ഇതാണ്ടോ മിച്ചർ മിഠായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ, മിച്ചർ മിഠായി. കടല മിഠായി, മിച്ചർ മിഠായി. എനിക്ക് എന്തെല്ലാം ഐറ്റംസ് അല്ലേ. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെ വരുമ്പോഴത്തേനും ഒരു 10,000 റുപ്യ നമ്മൾ കൊണ്ടുവന്ന് അടിച്ച് പൊളിച്ച് കറങ്ങുക. കണ്ടോ
പുളിമുട്ടായി, ഏതോ ഒരു ചേച്ചി പുളിമുട്ടായി, തേൻ മിഠായി, കണ്ടോ മിഠായികൾ, വീണ്ടും മിഠായികൾ. ഇത് ഇങ്ങനെ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, നമ്മളിങ്ങനെ ഇത് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന അടുത്ത് ഫുള്ള് ഇതുപോലെ കടകൾ കണ്ടോ. അപ്പുറത്തെ സൈഡ് കണ്ടോ ആൾക്കാർ മേടിക്കുന്നത്. പക്ഷെ കൊള്ളാട്ടോ, ഒരു സ്റ്റോളിനൊക്കെ ഇവിടെ ഒരു സ്റ്റോൾ എടുക്കുന്നതിന് 10,000-60,000. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.